അങ്ങനെ നിലമ്പൂരിലെ കളിക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി കളികൾ തുടങ്ങുകയായി. UDFന്റെ വെല്ലുവിളി നല്ല രീതിയിൽ തന്നെ LDF സ്വീകരിച്ചു. ചുട്ട മറുപടി പോലെ. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA, ഫേസ്ബുക്കിൽ കുറിച്ചത് നമ്മൾ വായിച്ചു. എന്തുകൊണ്ട് എം സ്വരാജിനെ ഇറക്കുന്നില്ല? നിലമ്പൂരുകാരനല്ലേ? എന്താ LDFന് ധൈര്യമില്ലാത്തത്? LDF സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് ഓടുകയല്ലേ? LDFന് എതിരെ നേരത്തെ ഞങ്ങൾ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബഹുദൂരം ഞങ്ങൾ മുന്നിലായി, ബഹുദൂരം. പരിഹാസരൂപേണ രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. PV അൻവറും രാജിവെച്ച MLAയും പറഞ്ഞു, എന്തേ എം സ്വരാജിനെ മത്സരിപ്പിച്ചുകൂടാ? നിലമ്പൂർകാരനല്ലേ? പാർട്ടിയുടെ ചുമതല ഇപ്പോൾ നിലമ്പൂരിലെ കൊടുത്തിരിക്കുന്നത് സ്വരാജിനല്ലേ? എന്തേ മത്സരിപ്പിക്കാത്തത്? എന്തേ ധൈര്യമില്ലാത്തത്? ധൈര്യം കാണിച്ചു CPIM എന്ന് പറയുന്ന പാർട്ടി. എം സ്വരാജിനെ CPIMന്റെ സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും PV അൻവറിന്റെയും വായടഞ്ഞല്ലോ. ഇത് ഫലത്തിൽ UDFനെ ഞെട്ടിച്ചു കളഞ്ഞു. UDF ധരിച്ചത് PV അൻവറിൽ പരീക്ഷിച്ചതുപോലെ, TK ഹംസയിൽ പരീക്ഷിച്ചതുപോലെ ഒരു സ്വതന്ത്രനെ നിലമ്പൂരിൽ ഇക്കുറി LDF പരീക്ഷിക്കുമെന്നായിരുന്നു. അപ്പൊ LDF ഒന്ന് ചവിട്ടി പിടിച്ചു. നടക്കട്ടെ, കോലാഹലം നടക്കട്ടെ, ഗസിംഗ്, സ്പെക്കുലേഷൻ നടക്കട്ടെ. ഒരു ദിവസം മുമ്പ് MP ഗോവിന്ദൻ സംസ്ഥാന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, കൃത്യസമയത്ത് CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എന്തിനാ ബഹളം കൂട്ടുന്നത്, കോലാഹലം കൂട്ടുന്നത്? ഇപ്പൊ കോലാഹലം കൂട്ടിയതാണെന്ന് മനസ്സിലായല്ലോ UDFന്. എം സ്വരാജ് രംഗത്ത് വന്നതോടെ നിലമ്പൂരിലെ LDF പണികളിൽ ഒരു വലിയ ആവേശം ആയി കഴിഞ്ഞു. കാരണം LDFന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ CPIMന്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഇത് ഫലത്തിൽ UDFലേക്ക് PV അൻവറെ കൂടുതൽ അടുപ്പിക്കും. കോൺഗ്രസ്സുകാർ PV അൻവറെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. UDF PV അൻവറിന്റെ ചില നിലപാടുകൾ കാരണം, ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പ് കാരണം ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി. പക്ഷെ സ്വരാജ് രംഗത്ത് വന്നതോടുകൂടി UDFന് അൻവറിനെ കൂടെ നിർത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ചിത്രം മാറി. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മാറിക്കഴിഞ്ഞു. അപ്പൊ കടുത്ത മത്സരം വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അൻവറെ കൂടെ നിർത്തിയാൽ 1000 2000 വോട്ട് എന്തെങ്കിലും ആവട്ടെ, അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ വോട്ട് ഭിന്നിച്ചു പോകും. അതുകൊണ്ട് അൻവറിനെ ഇനി കൂടെ നിർത്തേണ്ടുന്ന ഗതികേടിലേക്ക് UDF എത്തുന്നു എന്നുള്ളതാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു പ്രത്യേകത. ഇതുവരെ ഛർദ്ദിച്ചതെല്ലാം, PV അൻവറിനെതിരെ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും കോൺഗ്രസ്സുകാരും ലീഗുകാരുമൊക്കെ ഇനി വിഴുങ്ങേണ്ടി വരും. പുറത്തേക്ക് ഛർദ്ദിച്ചത് ഇനി വിഴുങ്ങേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് സ്വരാജ് വന്നതോടുകൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിക്കഴിഞ്ഞു. ഇനി പൊതുവെ UDF മണ്ഡലം അനുകൂല മണ്ഡലമെന്ന് കരുതുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ LDF പല പരീക്ഷണങ്ങളിലൂടെ 4 തവണ ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തികച്ചും UDF മണ്ഡലമാണെന്ന് അങ്ങനെ വിധിയെഴുതി പോകാനൊന്നും നമുക്ക് നേരത്തെ കഴിയത്തില്ല. ഇപ്പൊ സ്വരാജ് വന്നതോടുകൂടി ചിത്രം മാറി. 67-ൽ കുഞ്ഞാലി അവിടെ ജയിച്ചു. നിലമ്പൂരിൽ CPIMന്റെ സ്ഥാനാർത്ഥിയായിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് K കുഞ്ഞാലി 67-ൽ ജയിച്ചു. ഭൂരിപക്ഷം 9789 വോട്ട്, 10,000-ഓളം വോട്ടിന് 67-ൽ K കുഞ്ഞാലി ജയിച്ച മണ്ഡലമാണ് CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ. മനസ്സിലാക്കണം. അപ്പോ 2 കൊല്ലത്തിനിടയിൽ 69-ൽ കുഞ്ഞാലി MLA ആയ കുഞ്ഞാലി MLA സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ വെടിയേറ്റ് മരിക്കുന്നു. ആ വെടിവെപ്പ് കേസിൽ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് നേതാവ് പ്രതിയായി ജയിലിൽ പോകേണ്ടി വന്നു. ഇതൊക്കെ നിലമ്പൂരിലെ ചരിത്രമാണ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 1982 കോൺഗ്രസ് വിട്ടുവന്ന് TK ഹംസയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിലമ്പൂരിൽ നിർത്തി LDF ജയിപ്പിച്ചു. പിന്നെ അദ്ദേഹം CPIMൽ ചേരുകയും ചെയ്തു. അത് രണ്ടാമത്തെ എക്സാമ്പിൾ. പിന്നെ 2011 ശേഷം 2011 വരെ പിന്നീട് ആര്യാടന്റെ കാലമായിരുന്നു.
തുടർച്ചയായി ആര്യാടൻ നിലമ്പൂരിൽ ജയിച്ചു വന്നു. 2011 വരെ ജയിച്ചു വന്നു. 2016-ലും 2021-ലും പിക്ചർ മാറിയല്ലോ. കോൺഗ്രസ് വിട്ടുവന്ന കോൺഗ്രസ് അനുഭാവിയായ PV അൻവർ സ്വതന്ത്രനായിട്ട് നിർത്തിയിട്ട് ഇടതുപക്ഷം പരീക്ഷണം നടത്തി. 2016-ലും 2021-ലും PV അൻവർ ജയിച്ചു. അപ്പം 4 തവണ LDF ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. പൂർണ്ണമായും ഒരു UDF മണ്ഡലം, കോൺഗ്രസ് മണ്ഡലം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതൊക്കെ ഉണ്ട്. അത് മറന്ന് നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ സ്വരാജ് വന്നതോടുകൂടി പാർട്ടി ചിഹ്നത്തിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥി വരുന്നു. ഇതിനും അവസാനം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് P ശ്രീരാമകൃഷ്ണനായിരുന്നു. 2006-ൽ CPIMന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും ആര്യാടൻ മുഹമ്മദിനോട് 10,000-ലധികം വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടെ 2 തവണ ജയിച്ചു വന്നപ്പോൾ അൻവറിന് ഇത്തിരി അഹങ്കാരം കൂടി. ആദ്യ തവണ 11,000-ലധികം വോട്ടിന് ജയിച്ചു. 2ാം തവണ ഭൂരിപക്ഷം 2,700-2,000-ന് മുകളിൽ ഒതുങ്ങി. അതിൻ്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ അൻവറിന് ഇത്തിരി അഹങ്കാരം കൂടി. ഇപ്പം അൻവറിന് തോന്നുന്നുണ്ട് കാണിച്ചതൊക്കെ മണ്ടത്തരമായി പോയി. ഈ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് PV അൻവറിന് സംഭവിച്ചത്. അപ്പോൾ കുഞ്ഞാലി ജയിച്ചതുപോലെ, TK ഹംസ ജയിച്ചതുപോലെ, PV അൻവർ 2 തവണ ജയിച്ചതുപോലെ സ്വന്തം നാട്ടുകാരനായ നിലമ്പൂറുകാരനായ, നിലമ്പൂരിൻ്റെ മുക്കും മൂലയും ഓരോ തരി മണ്ണും പരിചയക്കാരനായ, ഓരോ തരി മണ്ണിനും പരിചയക്കാരനായ M സ്വരാജിന് ഒരു ചാൻസ് കൊടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയെന്നുണ്ടാവും. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരൻ തന്നെ. ഇതിൽ മികച്ച സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. CPIMന്റെ യുവതലമുറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് M സ്വരാജ്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. SFIയുടെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ച MLA ആയി. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ ബാബുവിന്റെ മണ്ഡലമായ തൃപ്പൂണിത്തറയിൽ 2016-ൽ സ്വരാജ് ജയിച്ചു. 4,000-ലധികം വോട്ടിന് ബാബുവിനെ തോൽപ്പിച്ചുകൊണ്ട്. 2021-ലും സ്വരാജ് മത്സരിച്ചെങ്കിലും അവിടെ 1,000-ൽ താഴെ വോട്ടിന് 992 വോട്ടിന് നിസ്സാര വോട്ടിനാണ് തോറ്റുപോയത്. അത് കേസ് കോടതിയിലായി. മതചിഹ്നമുപയോഗിച്ച് സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ബാബു UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് കോടതിയിൽ സ്വരാജ് കേസ് കൊടുത്തു. പക്ഷെ കേസിൽ അവസാന കേസ് തള്ളിപ്പോയി. നിയമ പോരാട്ടം നടത്തി. അപ്പോൾ ഈ ചരിത്രം നമ്മൾ കാണുക. അപ്പോൾ സ്വരാജ് CPIMനെ സംബന്ധിച്ച്, LDFിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുണ്ട്. ഒരു സ്വതന്ത്രൻ, അവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് ഒരാൾ വരുന്നതിനേക്കാളും മികച്ച സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ സ്വദേശി കൂടിയായ, നിലമ്പൂർ പോത്തുകല്ല് സ്വദേശി കൂടിയായ M സ്വരാജ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത മത്സരത്തിലേക്ക് നിലമ്പൂർ മാറിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനും PV അൻവർക്കും ചുട്ട മറുപടി LDF കൊടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി പോരാട്ടമാണ്. ഇവിടെ BJP എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമുണ്ട്. BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ BJPക്ക് ഒരു 10,000 വോട്ട് ആവറേജ് കൂട്ടിയാണ്. പിന്നെ BDJS, BDJSന് തുഷാർ വെള്ളപ്പള്ളിയുടെ പാർട്ടിക്ക് വേണമെങ്കിൽ മത്സരിക്കാം എന്ന നിലപാടിലേക്ക് BJP ഇതുവരെ എത്തിയിരിക്കുകയാണ്. ഇനി മാറ്റം വരുമോ എന്നറിയില്ല. അപ്പോൾ BDJSന് ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവാം ഒരുപക്ഷെ. അതുണ്ടായില്ലെങ്കിൽ ഈ 10,000 എന്ന് പറയുന്ന അവരുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് വോട്ട് ബാങ്ക് അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ആ വോട്ട് ബാങ്ക് BJP BDJSന്റെ വോട്ട് ബാങ്ക് 10,000 വോട്ടുകൾ എന്ന് പറയുന്ന വോട്ട് ബാങ്ക് ആവറേജ് അത് UDFന് വേണ്ടത്ര ഗുണം ചെയ്യില്ല, UDFന് ചെയ്യില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിൽ ആർക്കും വലിയ ഭൂരിപക്ഷമൊന്നും നേടി ആരും ജയിച്ചിട്ടില്ല. പലപ്പോഴും UDF ജയിച്ചപ്പോഴും ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു റേഞ്ചിലാണ്, അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. LDF ജയിച്ചപ്പോഴും അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് നിലമ്പൂരിലെ മത്സരം നിർണായകമാണ്. BJP സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ, BDJS ഇല്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നതും നിർണായകമാണ്. സ്വരാജ് വന്നതോടുകൂടി LDF കരുത്തരായി. ശക്തമായ പോരാട്ടം. ആദ്യം ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസും പ്രതീക്ഷിച്ചത്, UDF പ്രതീക്ഷിച്ചത് ഒരു വാക്ക് ഓവറായിരുന്നു. പാട്ടും പാടി അങ്ങ് പോകാവുന്നതായിരുന്നു.
അങ്ങനെയാണല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളിതാ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു നടന്നത്. ഇപ്പം എല്ലാം മാറിയല്ലോ, ചിത്രം വ്യക്തമായല്ലോ. ഇപ്പം നിലമ്പൂരിൽ കടുത്ത പോരാട്ടം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ അവസാനം എവിടെ എത്തുമെന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ, BDJS ഉണ്ടോ ഇല്ലയോ എന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ പിക്ചർ നമുക്ക് ഊഹിക്കാൻ പറ്റും.